നമസ്കാരം. സ്പോർട്സ് പീച്ചിലേക്ക് അവർക്ക് സ്വാഗതം. ലാ ലീഗയിൽ FC ബാഴ്സലോണ കിരീടം ചൂടിയല്ലോ. 29ാമത്തെ ലീഗ് കിരീടമാണ് ബാഴ്സലോണ നേടിയിരിക്കുന്നത്. ബാഴ്സ ആരാധകരൊക്കെ ഹാപ്പിയാണ്. ലയണൽ മെസ്സി ഹാപ്പിയാണ്. വാവ് മെസ്സിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ചാമ്പ്യൻസ് ലോങ് ലൈഫ് ബാഴ്സ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ അഭിമാനത്തോടെയാണ് ലയണൽ മെസ്സി സ്റ്റോറി ഇട്ടത്. ബാഴ്സയുടെ വിജയം. ലയണൽ മെസ്സിക്ക് ബാഴ്സയോടുള്ള സ്നേഹവും അടുപ്പവും എല്ലാം എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് ബാഴ്സയിലേക്ക് മടങ്ങിയെത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, പ്രസിഡന്റ് ജോയിൻ ലാപോർട്ടയുടെ ബോർഡുമായി അത്ര നല്ല ടേംസിലല്ല ലയണൽ മെസ്സി. ഭാവിയിൽ മടങ്ങിയെത്താൻ ചാൻസ് ഉണ്ട് ഈ ബോർഡ് ചേഞ്ച് ആകുമ്പോൾ. അത് പ്ലെയർ എന്ന രൂപത്തിലായിക്കണമെന്നില്ല. മറ്റു പൊസിഷനിൽ നമുക്ക് ലിയോ മെസ്സിയെ അധികം വൈകാതെ അവിടെ കാണാൻ കഴിഞ്ഞേക്കും. അതുപോലെ തന്നെ മറ്റു മുൻ താരങ്ങളും ആവേശത്തിലാണ്. കാർലോസ് പുയോളും സെലിബ്രേറ്റിംഗ് ലൈഫ് ആൻഡ് ലാ ലീഗ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം അങ്ങനെയാണ് ആളുടെ ആവേശം പങ്കുവെച്ചത്. പിന്നെ പെപ് ഗാർഡിയോള, അദ്ദേഹം ബാഴ്സ താരം, മുൻ ബാഴ്സ കോച്ച്, ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ജോയിൻസ് ലാപോർട്ട FC ബാഴ്സലോണയുടെ നിലവിലെ പ്രസിഡന്റ് കൃത്യമായി പ്രതികരിച്ചു. വി ആർ സെലിബ്രേറ്റിംഗ് ടുഡേ, ടുമാറോ ആൻഡ് ദി ഡേ ആഫ്റ്റർ. ഐ ഡോണ്ട് സ്റ്റോപ്പ് സെലിബ്രേറ്റിംഗ്. ഈ സന്തോഷം, ഈ ആഘോഷം അത് ഞാൻ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇന്നും നാളെയും അത് കഴിഞ്ഞുള്ള ദിവസവുമൊക്കെ ഈ ഒരു വിജയം ആഘോഷിക്കും. ബാഴ്സയുടെ പ്രസിഡന്റ് പറയുന്നു. ഓരോ ആരാധകരും അങ്ങനെ തന്നെയാണ്. ബാക്ക് ടു ബാക്ക് ആയിട്ട് ലാ ലീഗ ചാമ്പ്യൻസ് ആയിട്ട് നിൽക്കുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി സ്പോർട്സ് പീച്ച് ഇനിയും വരുന്നതായിരിക്കും.